ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്കപ്പഴം കൊണ്ടൊരു ലഡു ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ അടിപൊളി ലഡു എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 7 പീസ് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസസായി മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര കാരമലൈസ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് കാരമലൈസ് ആകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം കാരമലൈസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ചക്ക പീസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാൽ ചക്കപ്പഴവുമായി നന്നായി കുറുകി ചേരുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറുതായി ചിരണ്ടിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായി മെൽറ്റായി ഈ ചക്കപ്പഴവുമായി ചേരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ ചക്കപ്പഴമൊക്കെ വെന്തിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഒരു സൈഡിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂട് മാറുമ്പോൾ നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസുകളായി ഉരുട്ടിയെടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിയും ഹെൽത്തിയുമായ നമ്മുടെ ചക്ക ലഡു റെഡിയായിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.